ഇന്ന് നമ്മളൊരു ക്രോസ് കട്ട് ബ്ലൗസ് ആണ് ചെയ്യുന്നത്. മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നതും നമ്മൾ തുണിയിൽ വരയ്ക്കുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ക്രോസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മളത് തുണിയിൽ കട്ട് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. മുന്നത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ നല്ല വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 15 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് 1 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇത് ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ആ 40യുടെ 4/1 ഭാഗം 10 ഇഞ്ച് നമ്മളിവിടെ എടുത്തു കൊടുക്കുക. വേസ്റ്റ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ ഇത് നമ്മൾ അതേ അളവിൽ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ബാക്ക് നെക്ക് 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ. അതേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു പേപ്പറിൽ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു പേപ്പറിൽ നമ്മുടെ മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് അളന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു 1/4 ഇഞ്ച് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. 1/4 ഇഞ്ച് അത് നമ്മുടെ പട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ബ്ലൗസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇതിനങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും. കാരണം ഇത് ക്രോസ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഇതായി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ 1/4 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം കൊടുക്കുന്നത്. ഇതാ ഇവിടെ നിന്ന് 6.5 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വൈഡായി നിൽക്കാൻ വേണ്ടിയിട്ട് 2.25 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ തന്നെ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറൊക്കെ നമ്മൾ സെയിം നമ്മുടെ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടക്ക് പോയിൻ്റ് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 40 ഇഞ്ചാണ് സൈസ് കേട്ടോ. ഈ ബ്ലൗസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40 ആണ്. 10 ഇഞ്ചാണ് നമ്മൾ ടക്ക് പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വന്നിട്ട് 3.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് സൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് സാധാരണ നമ്മൾ 1.5 എടുക്കാറുള്ളൂ. ഇത് നമ്മൾ 1.25 എടുത്തിട്ടുണ്ട്. ഇവിടെ 1.25 നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ചിലർ കുഴിച്ച് വെട്ടാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട. ഇതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതി. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാകും. പിന്നെ നമ്മളിതാ ഇവിടുത്തെ ടക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ എല്ലാ ബ്ലൗസിനും 1.5 ഇഞ്ചാണ്. ഇതിങ്ങനെ വെച്ച് നമുക്ക് നോക്കാം. ഇങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെയിം നമ്മൾ സാധാരണ ബ്ലൗസിന് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തു. ഇവിടുത്തെ ടക്ക് 1 ഇഞ്ചിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് 1/2 ഇഞ്ച്, ഇങ്ങോട്ട് 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ചിൽ ഇവിടെ ടക്ക് കൊടുത്തു. ഇവിടെയും നമ്മൾ 1 ഇഞ്ചിലാണ് ടക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ വരുമ്പോൾ 1/4 ഇഞ്ചാണ് ടക്ക് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടുത്തെ ചെസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി 11 ഇഞ്ച് ഇവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞത് 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 8 ഇഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടുത്തെ മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. 2.25 ഉണ്ട്. ഈ 2.25 ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് നോക്കുക 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഈ 8 ഇഞ്ച് കിട്ടുന്നിടത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ബ്ലൗസിലേക്ക് മാർക്ക് ചെയ്യുകയാണ് എല്ലാവരും ചെയ്യാറ്. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കറക്റ്റായി കിട്ടണം എന്നില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു പാറ്റേൺ വെട്ടി വെച്ചിട്ട് അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിയർ ആക്കി തരാം. കൈക്കുഴിയൊക്കെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള അളവുകൾ എടുക്കുന്നത് പോലെ തന്നെ
ഇതിൻ്റെ 6 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് തന്നെയാണ് കൈക്കുഴിക്കായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ക്രോസ് കട്ട് ബ്ലൗസ് തയ്ച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ്. ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് ഒന്നുകൂടെ നല്ലത് ക്രോസ് കട്ട് ബ്ലൗസ് തന്നെയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ഇതാ ഈ 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഈ 4 ഇഞ്ച് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളയരുത്. ഇനി നമുക്കിത് ഈ പീസ് അങ്ങനെ തന്നെ ബ്ലൗസിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാലൻസ് പീസ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ല ചുളിവില്ലാണ്ട് ഇടുക. എന്നിട്ട് ശരിക്കും നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ പോർഷനിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പീസ് ഇതാ ഈ ബാക്ക് പോർഷൻ കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പലർക്കും ഒത്തിരി സംശയങ്ങൾ വരും. ചിലപ്പോൾ അളവുകളൊക്കെ തെറ്റും. ഇത് നമ്മളിങ്ങനെ ക്രോസ് ആക്കി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറ് ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്തതിന് ശേഷം അത് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മെഷർമെൻ്റ് ഒന്നും തെറ്റിപ്പോവില്ല. ഇങ്ങനെയാണ് നോർമലായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ എടുക്കാം. നമ്മൾ മെഷർമെൻ്റൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള പേപ്പറാണിത്. നോർമൽ ബ്ലൗസ് നമ്മൾ ഇതാ ഈ കട്ട് ചെയ്ത ഈ പോർഷൻ ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്യുന്നു. ക്രോസ് കട്ട് ആകുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു കോൺ പോലെ ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിച്ച് തന്നെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തുണി തികയില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് തുണി ഇടാനൊക്കെ പഠിക്കുന്നത് വരെ ഒരു കുറച്ച് തുണി കൂടെ കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്കൊരു കുറച്ച് 2-3 ബ്ലൗസൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ അത് ഇപ്പം ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ തുണി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നത് വരെ നമ്മളൊരു കുറച്ചുകൂടെ തുണി എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഏതാണോ തുണിയുടെ വശം അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഒരു കോൺ പോലെ വേണം വരാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ തുണി ക്രോസ് ആയിട്ട് കിടക്കുക. കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തുണി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പഠിക്കുന്നത് വരെ നമുക്ക് ഒരു സ്വല്പം തുണി ഒരു 5 പോയിൻ്റോ ഒക്കെ ഒന്ന് കൂടുതൽ എടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതൊന്ന് നന്നായി ഈ തുണിയിൽ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നല്ല ഒഴുകി കിടക്കുന്ന തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവ് നമുക്ക് തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടച്ച് പോയിന്റുകൾ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് നമ്മൾ സാധാരണ നോർമൽ പട്ട കട്ട് ചെയ്യുന്നത് പോലെ
കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം കാര്യം, ഈ പോർഷൻ നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ ഒട്ടും വലിച്ചടിക്കരുത്. നമ്മൾ ആ തുണിയുടെ അതേ സ്ട്രക്ചറിൽ തന്നെ അടിച്ചെടുക്കുക. ഒട്ടും വലിക്കരുത്. വലിക്കുന്നതിനനുസരിച്ച് തുണി വലിഞ്ഞിരിക്കും. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ തരിക. ഇനി നമുക്ക് ഈ ഡാർട്ടുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മെല്ലെ ഇതാക്കി പിടിച്ചതിന് ശേഷം ആ മാർക്കിങ്ങുകളൊക്കെ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം. അപ്പം നമ്മൾ ഈ ഡാർട്ടുകളൊക്കെ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടേപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് അളന്ന് തന്നെ നോക്കണം ഇത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ. എല്ലാ മെഷർമെൻറ്റും ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റിലെ കോട്ടൺ തുണിയിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇതിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പോളിസ്റ്ററിൻ്റെ തുണിയിൽ ചെയ്യുമ്പോൾ ഇത്തിരി വലിയോ നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അളവുകളൊക്കെ ചിലപ്പോൾ കുറേശ്ശൊക്കെ മാറ്റം വരും. നല്ല എക്സ്പീരിയൻസ് ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് മടുപ്പാമോ, ശരിയാവില്ല, അങ്ങനെ ഒരു തോന്നൽ വരും. നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കോട്ടൺ തുണിയിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കത് എളുപ്പമായിട്ട് കിട്ടും. ഇത് ലൈനിങ് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായേനെ. ഇതിപ്പോൾ ആ ചേച്ചിക്ക് ലൈനിങ് വേണ്ടാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ അളവുകളും ഒന്നുകൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് വശത്തേക്ക് ഇത് മാർക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. സ്റ്റിച്ചിങ് അറിയില്ലാത്തവർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണുക. നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളതൊക്കെ, മെഷർമെൻ്റൊക്കെ എങ്ങനെയാണ് എടുക്കണേന്നുള്ളതെല്ലാം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്കിങ് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ പേപ്പറിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ 4 ഡാർട്ടുകളും വരേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.